പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ദിവ്യകൃപാന എഴുന്നള്ളിക്കുന്ന ജ്വലിക്കുന്ന കർത്താവിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. പരിശുദ്ധമ്മ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷയോട് പരിശുദ്ധമ്മ ഇപ്പോൾ നോക്കിയിട്ട് മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. നിങ്ങൾ രോഗം അനുഭവിക്കുന്ന സ്ഥലങ്ങളെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കുക. എപ്പോഴും ഇവിടെ സാക്ഷി ആൾക്കാർ വന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവർ സൗഖ്യപ്പെട്ടതിൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോഴീ നിമിഷം കർത്താവ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നു. കർത്താവ് അടിപ്പട പോലെ വൈതാക്കാലം പോലെ ദൈവികമായി ശക്തി നിങ്ങളിലേക്ക് അടിച്ച് കർത്താവെ മിന്നൽ പോലെ കർത്താവെ നിങ്ങളിലേക്ക് നിബന്ധിക്കുന്ന നിമിഷമാണിത്. കർത്താവ്, ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ക്ഷയരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശ്വാസകോശ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ, സോറിയാസിസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഉള്ളംകാൽ ഉച്ചവരെ കർത്താവെ സോറിയാസിസ് രോഗമുള്ളവർ കർത്താവെ, അതുപോലെ വെളുത്ത പാണ്ടുള്ളവർക്ക്, ചുണ്ടിൽ പാണ്ടുള്ളവർക്ക് കർത്താവെ, കൈകളിൽ പാണ്ടുള്ളവർക്ക് വേണ്ടി കർത്താവ് നിന്റെ വിശുദ്ധമായ രക്തത്താൽ കർത്താവെ അവരെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈശോയെ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവർ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ശ്വാസകോശ രോഗികളെ കർത്താവെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഉദര രോഗികളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, കിഡ്നിയിൽ കണ്ടുള്ളവർ കർത്താവ്, കിഡ്നി ചുരുങ്ങുന്നവർ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, നടുവലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ശ്വാസകോശ കരളിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഹൃദയത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, തൊണ്ടയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ബ്രെയിനിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഉള്ളംകാൽ ഉച്ചവരെ യേശുക്രിസ്തുവിൻ വിശുദ്ധമായ രക്തം കർത്താവെ അന്ന് കയറി ഇറങ്ങേണ്ടത് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും വലിയ കീമോയായ കർത്താവിന് വിശുദ്ധമായ രക്തത്താൽ ക്യാൻസർ രോഗികൾ ഈ നിമിഷം കർത്താവ് പൂർണ്ണമായി സൗഖ്യപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുക, തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ജോലിയില്ലാത്ത എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോ ടെസ്റ്റുകൾ ചെയ്യുന്നവരെ, ഇന്റർവ്യൂവിന് അഭിമുഖീകരിക്കാൻ പോകുന്നവരെയും റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെയും കർത്താവേ, വ്യാപാരങ്ങള്, വ്യവസായങ്ങള്, വിദേശ യാത്രകള്, സ്വദേശ യാത്രകള്, യാത്രയിലായിരിക്കുന്നവരെ, അവിടെ യാത്രാ ലക്ഷ്യങ്ങളെ കർത്താവേ അങ്ങ് ഏറ്റെടുക്കണമേ. സാമ്പത്തികമായ കടങ്ങളാൽ ജപ്തിനടപടി നേരിടുന്നവരെ അവരെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അവർക്ക് വഴി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ തരുകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, വിവാഹിതരാകാത്ത മക്കളുണ്ട്, 34 വയസ്സായിട്ടൊക്കെ വിവാഹിതരാകാത്ത മക്കളുണ്ട്, മക്കളില്ലാത്തവരുണ്ട്. ഇവിടെ 54 വയസ്സുള്ള ഒരു മോള്, അവൾ പ്രഗ്നൻ്റായി കുഞ്ഞിനെയും കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസങ്ങളല്ലേ നമുക്ക് ഞെട്ടിപ്പോയി ശരിക്കും. 54 വയസ്സുണ്ട് അവർക്ക്, പക്ഷേ അവർക്ക് കർത്താവ് കുഞ്ഞിനെ കൊടുത്തു. ദൈവത്തിന് ഒന്നും രക്ഷിക്കാനാവാത്ത വിധം നിന്റെ കരങ്ങളെ കുറുകെ പോയിട്ടില്ല, നിന്റെ സമയമൊന്നും തീർന്നിട്ടില്ല. നീ അങ്ങനെ ചിന്തിക്കരുത്. സമയം ദൈവത്തിൻ്റെതാണ്. നിന്റെ സമയം കർത്താവ് കുറിച്ചാൽ അത് കുറിച്ചതാണ്. അതുകൊണ്ട് തന്നെ കർത്താവെ, വിവാഹിതരാകാത്ത മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരു ജീവിത പങ്കാളിയെ കിട്ടാതെ വേദനിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കർത്താവ്, അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരുടെ ജീവിതത്തെ മുന്നോട്ട് പോകുമ്പോൾ ആർക്ക് വേണ്ടി ജീവിക്കണം, എന്തിന് ജീവിക്കണം എന്ന് അറിയാൻ പാലാതെ വേദനിച്ച് കർത്താവ്, മക്കളുമില്ല, ജീവിത പങ്കാളിയുമില്ല, എല്ലാ തരത്തിൽ കർത്താവ് വേദനിക്കുന്നവരെ ഇപ്പോഴവിടെ കണ്ണുനീര് കർത്താവെ ഞാൻ അങ്ങയുടെ തിരുസന്നിധിക്ക് വെച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ, കുഞ്ഞുങ്ങളെ പോറ്റാനൊരു മാർഗമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ കർത്താവ്, വേണ്ടത്ര സമയത്ത് കർത്താവ് ആവശ്യമായ മണിക്കൂർ ജോലി ഇല്ലാത്തവർ കർത്താവ് അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ കടങ്ങൾക്ക് പരിഹരിക്കാൻ മാർഗമില്ലാതെ, നിലനിൽക്കാൻ തന്നെ മാർഗമില്ല, പിന്നെ എങ്ങനെ കടങ്ങളെ വീട്ടുന്ന ഒരു എത്തും പിടിവില്ലാതെ വേദനിക്കുന്നവരെ കർത്താവ് നീ പൂർണ്ണമായി ഇപ്പോൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായും നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന മക്കൾ, പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾ, മത്സര പരീക്ഷയ്ക്കുള്ളവർ, യോഗ്യത പരീക്ഷയ്ക്കുള്ളവരെ അവർ കൊണ്ട് കർത്താവ് കുടുംബം അവർ ഉയർന്നു വന്നിട്ടും കർത്താവ് അവർ പരീക്ഷ എഴുതിയിട്ട് വേണം കർത്താവ് കുടുംബത്തിനൊരു മേൽഗതി ഉണ്ടാകാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാ ആസ്തികളും, എല്ലാ ആശകളും കർത്താവെ മക്കൾ നിക്ഷേപിച്ചിട്ട് കർത്താവ്, മക്കൾ വഴിപിഴച്ചു പോയവർ, മക്കൾ തകർന്ന് തെറ്റായ പ്രണയബന്ധങ്ങളിൽ പെട്ടുപോയവർ കർത്താവ്, പലതരത്തിൽ കർത്താവ് പഠിക്കാൻ പറ്റാതിരിക്കുന്ന മക്കൾ കർത്താവ്, മക്കൾ മാതാപിതാക്കന്മാരവിടെ കയറത്ത് ബഹളം ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന മക്കൾ, വീട്ടിൽ സമയത്ത് വരാത്ത മക്കൾ, പ്രാർത്ഥനയില്ലാത്ത, നോമ്പിന് പോലും കർത്താവ്, വിശുദ്ധിയില്ലാത്ത മക്കളുടെ കർത്താവിൻ്റെ എത്തം തരട്ടെ. കർത്താവിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കൊളോസ്യസ് 1:24 എന്താണ്? ആദിമസഭയുടെ കുരിശിൻ്റെ വഴി.
അതാണ് വിഷയം. ആദിമസഭയുടെ കുരിശ്, നമ്മളിന്ന് ആചരിക്കുന്ന കുരിശിൻ്റെ വഴി ആദിമസഭയുടേതല്ല. അത് നമ്മുടെ ഫ്രാൻസിസ് അസീസി 12-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച സാധനമാണ്. പക്ഷേ അപ്പോസ്തല സഭ എന്താ കണ്ടുപിടിച്ചത് നമ്മൾ കേൾക്കണം. അപ്പോസ്തലരുടെ കുരിശിൻ്റെ വഴി എന്താ? അപ്പോസ്തല സഭയുടെ കുരിശിൻ്റെ വഴി ഇതുപോലുള്ള വിശദീകരണങ്ങളൊന്നുമില്ല. അപ്പോസ്തലൻ പറഞ്ഞ ഇതാണ്: യേശുക്രിസ്തു സഹിച്ചത് സഭയാകുന്ന ശരീരത്തിന് വേണ്ടിയാണ്. കൊളോസ്യസ് 1:24. അതിന് ഒരു മനുഷ്യനെന്ന നിലയിൽ അവന് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതെൻ്റെ ശരീരത്തിൽ സംവഹിക്കുന്നു. അതാണ് സംഭവം. അതാണ് കുരിശിൻ്റെ വഴി. ഈ സഹിക്കാൻ പറ്റാത്ത പീഡാസഹനങ്ങൾ നാം അനുഭവിക്കുമ്പോൾ നമ്മളെന്താ, ബൈബിൾ എന്താ പറയണത്? അത് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളുടെ കുറവിൻ്റെ കൂടെ കൂട്ടി വെക്കാൻ പറയും. അതാണ് നിൻ്റെ കുരിശിൻ്റെ വഴി എന്നാണ് പറയണത്. അനുഷ്ഠാന കുരിശിൻ്റെ വഴിയേക്കാൾ ഉപരി ഒരു വ്യക്തി സ്വന്തം ജീവിതത്തെ അനുവർത്തിക്കേണ്ട കുരിശിൻ്റെ വഴിയുണ്ട്. ഈ അനുവർത്തിക്കുന്ന കുരിശിൻ്റെ വഴിയിലൂടെയാണ് നമുക്ക് കുരിശിനെ കൃപയാക്കി മാറ്റുന്നത്. ഭർത്താവ് സംശയരോഗിയാണ്, അത് മാനസിക പീഡനം ഉണ്ടാകും. അയാൾ വെള്ളമടിക്കാരനാണ്, അയാൾ വരുമ്പോൾ ഒരു കാലമാകും. അപ്പോൾ അങ്ങനെയും അങ്ങനെ കൊണ്ട് ജീവിക്കണത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ എന്തുമാത്രം കുടുംബത്തിലാണ് നമുക്ക് കുരിശ് കിട്ടുന്നത്. നമ്മളെ എപ്പോഴും കുരിശുണ്ടാകണത് എങ്ങനെയാണ്? ബൈബിളിൽ കുരിശുണ്ടായത് എങ്ങനെയാണ്? ജോസഫിനെ അറിയാത്ത അധികാരി വന്നപ്പോഴല്ലേ കുരിശായിപ്പോയത്. പഴയ നിയമത്തിൽ അതല്ലേ, ജോസഫിനെ അറിഞ്ഞ അധികാരികളുണ്ടായിരുന്ന കാലത്ത് കുരിശൊന്നുമില്ല. ഈജിപ്തുകാർക്ക്, നമ്മുടെ ഇസ്രായേൽക്കാർക്ക് ഈജിപ്തിൽ കുരിശില്ലായിരുന്നു. ജോസഫിനെ അറിയാത്ത അധികാരി വന്നു, അതോടുകൂടി അവരുടെ കുരിശ് കൂടി. എന്താണ്? വൈക്കോൽ കൊടുക്കത്തില്ല അയാൾ വൈക്കോൽ കൊടുക്കത്തില്ല, ചെയ്യേണ്ട ഇഷ്ടികയുടെ എണ്ണം കുറച്ചില്ല. അപ്പം തന്നെ ഇരട്ടി ക്ലേശമായില്ലേ? നമുക്ക് ഇരട്ടി ക്ലേശം ഉണ്ടാക്കുന്ന വ്യക്തികളാണ് നമ്മളെ അറിയാത്ത ആൾക്കാരാണ്. നിന്നെ നാത്തു ചിലപ്പോൾ നിന്നെ അറിയത്തില്ല, നിൻ്റെ അയൽവാസിക്ക് നിന്നെ അറിയത്തില്ല, അതുകൊണ്ടത് കുരിശായിട്ട് മാറും. പക്ഷെ ആ കുരിശിനെ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? ഈ കുരിശുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സമയത്ത് നിൻ്റെ ഹൊറേബിൽ മുൾമരം എരിയാതെ തന്നെ തീ കത്താൻ ഒരു സമയമുണ്ടാകും. ഈ വെയിറ്റ് ഇറ്റ്. ഏതെങ്കിലും കാലത്ത്, ഏതെങ്കിലും ഒരു സമയത്ത് മാസത്തിനെ പോലെ ഒരാൾ വരും. ജോസഫിനെ അറിയാത്തവൻ്റെ കുരിശിൻ്റെ കണ്ണുനീര് ഏറ്റെടുത്ത് മാറ്റാൻ വേണ്ടി നിൻ്റെ മുമ്പിൽ ഹൊറേബിൻ്റെ ഒരു തീ തെളിയും. ആ തീ എത്ര ആ സഹനത്തിൻ്റെ ജ്വാലകളിങ്ങനെ കത്തിപ്പടർന്നാലും അവൻ്റെ തീയുടെ അകത്തുള്ള ആ ചെടി കരിയത്തില്ല. ദൈവത്തിൻ്റെ നാമത്തിലാണ് നീ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ നീ ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവവേദനെ നീ അഗ്നിയിലൂടെ നടക്കും. എൻ്റെ അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറഞ്ഞ ഹൈസയാടെ 43:2 വർക്കൗട്ട് ചെയ്യും. അതുകൊണ്ട് ഏറ്റെടുക്കുന്ന സങ്കടങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ നീ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ അഭിഷേകമാകുകയും ചെയ്യും. ആ കുരിശിന് കൃപയാകും. ആ കൃപ നിനക്ക് നിത്യതയിൽ ഓഹരിയാകും. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഇന്നത്തെ കുരിശുകൾ തുലോ നിസ്സാരമാണല്ലോ. ഈ നോൻപ് കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന, എന്നെ അറിയാത്തവരുണ്ടാക്കുന്ന എല്ലാ കുരിശുകളെയും എൻ്റെ ഹൊറേബിലെ നിന്റെ തീ തെളിയുന്നത് വരെ കാത്തിരിക്കാനുള്ള കൃപ, നിന്റെ നിന്ന് ലഭിക്കുന്ന എല്ലാ ദൗത്യങ്ങളും നിനക്ക് വേണ്ടി ഏറ്റെടുക്കാനുള്ള കൃപ, നാമത്തെ മഹത്വപ്പെടുത്താനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു കുരിശിന്റെ വഴിയായി മാറുമ്പോഴേ അത് അക്ഷരാർത്ഥത്തിലെ ആത്മാർത്ഥതയുള്ള അർത്ഥവത്തായ ആത്മാവിന്റെ അഭിഷേകമായി ഞങ്ങൾക്ക് ചെയ്യുവാനും സുവിശേഷത്തിന് സാക്ഷ്യമാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. അവർക്ക് എടുത്ത പൊങ്ങാത്ത എന്ന് തീരും. ഓരോ 5, 6, 7 പ്രശ്നങ്ങളിൽ ചെന്ന് വിഷമിച്ചിരിക്കുകയാണ്. ഒന്ന് തീരുമ്പോൾ ഇനി അടുത്തതുണ്ടല്ലോ, അത് തീരുമ്പോൾ പിന്നെ അടുത്തതുണ്ടല്ലോ. കള്ളക്കേസുകൾ, കോടതി കേസുകൾ, കോടതിയിൽ നിന്ന് മാറാൻ പറ്റാത്തവർ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തവർ, ഇങ്ങനെ വ്യത്യസ്തമായ കടക്കാർ, എപ്പോഴും 1, 2, 3 ഒക്കെ വീട്ടിൽ വരുന്നവർ, വെളുപ്പിനെ വന്നവർ, രാത്രി നമ്മൾ കയറിക്കുന്ന കടക്കാർ കാത്തിരിക്കുന്ന വീടുകൾ. കർത്താവെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം കർത്താവ് കരകയറാൻ ഒന്ന് പിടിച്ചു കയറ്റാൻ ആരുമില്ല കർത്താവ്. പത്രോസിനെ നടുക്കടലിൽ നിന്ന് കർത്താവ് നിന്റെ കരുണയുടെ കരങ്ങളല്ലേ കർത്താവ് അവനെ പിടിച്ചു കയറ്റിയത്. അതുപോലെ കർത്താവ് 10,000 കണ്ണീരിന്റെ കടലിൽ കർത്താവ് മുങ്ങിപ്പൊങ്ങുമ്പോൾ കർത്താവ് നിന്റെ കരുണയുടെ കരങ്ങൾ കർത്താവ് നീട്ടണമേ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് അവർ വീണ്ടെടുക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവേ ഒരു ഗത്രു കിട്ടാത്തവരുണ്ട് ഈശോയെ. എവിടെ ചാടിയ ജീവിതം രക്ഷപ്പെടും,
എങ്ങോട്ട് പോയാൽ ജീവിതം രക്ഷപ്പെടും, എന്ത് ചെയ്താൽ ജീവിതം രക്ഷപ്പെടും, ഇങ്ങനെ എന്ത് ചെയ്ത് ഒരു വരുമാനത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് കർത്താവേ ഒരു ഐഡിയയും ഇല്ലാത്തതുകൊണ്ട് ഈശോയെ. അതുകൊണ്ട് ചുമ്മാ കടം മേടിച്ച് പരസ്യകൂട്ടി ഇരിക്കുകയാണ്. അതൊരു വഴി കിട്ടണില്ല കർത്താവ്. അങ്ങനെ ഒത്തിരിയേറെ ഗതി കെട്ടുപോയ മക്കളുണ്ട് ഈശോ. ഞങ്ങൾ കണ്ണുനീരോടെ പറയുന്നു, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടേണ്ട സാക്ഷിയായിട്ട് ഇങ്ങനെ ഒരു വഴിയില്ലാത്തൊരു വഴി മുട്ടിപ്പോയ ഒരു ഗതി മുട്ടിപ്പോയ കർത്താവ്, ഈ സന്ധ്യ കർത്താവ് എപ്പോഴാണ് ധ്യാനം അവർ കൂടുന്നത് ആ നിമിഷം അത് കർത്താവ് അവർ വീണ്ടെടുപ്പ് തുടങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവ് സ്ഥലവും ഇല്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. പാട്ടത്തിന് ഒറ്റയ്ക്ക് കർത്താവ് വാടകയ്ക്ക് താമസിക്കുന്നവരുടെ കണ്ണുനീര് ഏറ്റെടുക്കുന്ന കർത്താവ്. ഓരോ സമയത്തും കർത്താവ് ഓരോ വീടും കർത്താവ് പെട്ടിയൊക്കെ ഇട്ട് പാചകമൊക്കെ ഇട്ട് പുറത്തോട്ട് ഇറങ്ങേണ്ടവർ, പിന്നെ ഒരു വാടക വീട് കണ്ടത് അവിടെ താമസിക്കും. 6 മാസം കഴിയുമ്പോൾ അവരും ഇറക്കി വിടും. ഇങ്ങനെ കർത്താവ് അലഞ്ഞു തിരിയുന്ന അനേകം മക്കളുണ്ട് ഈശോയെ. അവർക്ക് മക്കളുടെ മുമ്പിൽ പോലും കർത്താവ് അവർക്ക് അഭിമാനം സൂക്ഷിക്കാൻ പറ്റാത്ത വൃണ്ണിതരായിട്ടുള്ള മാതാപിതാക്കന്മാർ കർത്താവ് പലതരത്തിൽ അവരാരോട് പറയുമെന്നല്ലാതെ അവർ വിഷമിക്കുന്നവരെ കർത്താവ് ഇപ്പോഴും അവരുടെ കണ്ണുനീര് അങ്ങോട്ട് തിരുസന്നിധി വെക്കുന്ന കർത്താവ്. എത്രയേറെ IELTS എഴുതിയിട്ട് എത്രയേറെ ടെസ്റ്റ് എഴുതിയിട്ട് എത്ര ഇൻ്റർവ്യൂ ചെയ്തിട്ടും കർത്താവ് ഓരോരുത്തരും ചേരാത്തവണ് കർത്താവ്. മൂത്ത മകളെ കെട്ടിപ്പോകാത്ത കാരണം ഇളയ മക്കളെ കെട്ടിച്ചു വിടാൻ പറ്റാത്തവർ ഇങ്ങനെ ഒരു കർത്താവ് ഇങ്ങനെ വല്ലാത്ത ദീർഘനിശ്വാസത്തിൽ കർത്താവെ ശ്വാസം പൊട്ടി കഴിയുന്ന കുടുംബങ്ങളുണ്ട് ഈശോയെ. ഈശോ ഇപ്പോഴും ഉറഞ്ഞ വീടുകളിൽ താമസിക്കുന്നവരുണ്ട് ഈശോയെ. കർത്താവെ ഈ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കണമെന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി ആരുടെടുത്തും പോകാത്തവരും ആരെയും വിളിക്കാത്തവരും ആരുടെ വീട്ടിലും പോകാത്തവരും ഇങ്ങനെ വ്യത്യസ്തമായ രഹസ്യത്തെ കർത്താവ് വേദനിച്ച് ജീവിക്കുന്ന മക്കളെ ഈ നിമിഷം അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. അവിടെ കുടുംബങ്ങളിൽ കർത്താവെ കയറി ചെല്ലണമെന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അപേക്ഷിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. പ്രായമായ അപ്പനെയും അമ്മയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. പലരും ബാധ്യതയായി വരുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി ആശുപത്രിയിൽ പോകാനും അവിടെ നിൽക്കാനും ആളില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് എല്ലാവരും ഉണ്ട്, ആരും ഇല്ലെന്ന രീതി കർത്താവേ. ഈ ലോകം മുഴുവൻ സുന്ദരമാണെന്ന് പറയുമ്പോഴും കർത്താവേ പകുതിയോളം പേർക്ക് ഇതൊരു സൗന്ദര്യമില്ലാത്ത ലോകമാണ് ഈശോയെ. ഇതുപോലെ മനുഷ്യന്മാരില്ലാത്തവർ, സഹായിക്കാൻ ആരില്ലാത്തവർ കർത്താവ് ഒന്ന് തിരക്ക് പോകാത്തവർ നമ്മൾ കർത്താവ് അങ്ങനെ ഒത്തിരിയേറെ ഒന്ന് തിരക്കാൻ പോലും ചെല്ലാത്ത ആൾക്കാരുണ്ട് ഈശോയെ. കർത്താവ് അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ വിഷമത അനുഭവിക്കുന്നവർ, കർത്താവ് രോഗം അനുഭവിക്കുന്നവർ, ആശുപത്രിയിൽ നിന്ന് മാറാത്തവർ, കർത്താവ് ഒരു രോഗം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ കർത്താവ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അടുത്ത രോഗം വരുമെന്ന് വിചാരിച്ച് പേടിച്ചിട്ട് കർത്താവെ അത് ആശുപത്രി കൊണ്ടുപോകാൻ പോലും ആരില്ലാത്ത കർത്താവ് എങ്ങനെയും ചത്താൽ മതി എന്ന് മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പോലെ കർത്താവ് എളിമയോടെ കാണുന്ന കർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ജന്മങ്ങൾ കുടുംബത്തിലുള്ളവർ അവരെന്ത് ചെയ്യാൻ ഞങ്ങളെന്ത് ചെയ്യാനെന്നറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കാണിച്ച് നിസ്സഹായതരിക്കുന്ന അവസ്ഥകളെ ഈശോ ഇതെല്ലാം നീ സംബന്ധിച്ച് പ്രാർത്ഥനകർത്തായി മരിച്ചിട്ട് ഉയർത്തുന്നേറ്റവനും നിന്റെ കാരുണ്യം ആ കുടുംബങ്ങളിലേക്ക് ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇപ്പോഴും സന്ധ്യയായിട്ട് കർത്താവ് ലൈറ്റ് ഇടാൻ പോലും ആളില്ലാത്ത കുടുംബങ്ങളുണ്ട്, ആരുമില്ല കർത്താവ്. അതുകൊണ്ട് ലൈറ്റ് ഇടാൻ ആരുമില്ല കർത്താവ്. അകത്തുള്ളവർ കർത്താവ് ഇരുന്ന് രോഗം ബന്ധം കൊണ്ടൊക്കെ കർത്താവ് വീട്ടിലുള്ളവർ പുറത്തു പോയിട്ട് കർത്താവ് അവരിങ്ങനെ അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് വെള്ളമടിച്ചും ഇരക്കില്ലാതെ രാത്രി വന്ന് ഒളിഞ്ഞു കയറുകയും ഇങ്ങനെ ഇരുട്ട് കുത്തിപ്പോയ കുടുംബങ്ങൾ കർത്താവ് അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുട്ട് കുത്തിപ്പോയ ജീവിതങ്ങളെ കർത്താവ് അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ ഈ നിമിഷം ആരെ ഓർക്കാതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ എല്ലാ ഇരുട്ടുകളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്നു. നിയോഗങ്ങളെ ഈശോ തൊടുകയാണ്. ശുശ്രൂഷ സ്വീകരിച്ചു പോയവരെ അവരെല്ലാം ഇതാ തൊടുകയാണ്. കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ടുള്ളവരെ കൃപാസന ശുശ്രൂഷ യൂട്യൂബിൽ കണ്ട് പ്രാർത്ഥിച്ച് ഷെയർ ചെയ്യുന്നവരെ
പ്രത്യക്ഷീകരണം തിരുസഭ വിവേചന അധികാരത്തിൽ ഏറ്റെടുക്കുന്നതിന് വേണ്ടി തിരുസഭയുടെ ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേക മുദ്രപതിയാണ് അലസാദത്തിലേക്ക് ആശീർവദിക്കുന്നു. ശുശ്രൂഷകരെയും ഏറ്റെടുക്കുന്നു. മാനേജ്മെന്റിനെ ആശീർവദിക്കുന്നു. വിഭാഷണത്തിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഏറ്റെടുക്കുകയാണ്. സാമൂഹിക സാംസ്കാരിക ആത്മീയ എല്ലാ ശുശ്രൂഷകളെയും തുടർന്നു. ഹല്ലേലൂയ. ഓരോ വ്യക്തികളുടെ നിയോഗങ്ങള് യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും അംഗീകാരം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും അംഗീകാരം. അമേ പരിശുദ്ധതേ മാതാവേ, കൃപാസന പ്രത്യക്ഷീകരണ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥയായിരിക്കണമേ.